കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. അത് നമുക്കൊന്ന് പറഞ്ഞാലോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. പണ്ടൊരു കാട്ടിൽ ഒരു കുരങ്ങനും ഒരു മുതലയും ഉണ്ടായിരുന്നു. അന്നേരം ആ കുരങ്ങൻ മുതലയ്ക്ക് കുറേ പഴങ്ങൾ പറിച്ചു കൊടുക്കുമായിരുന്നു മുതലയ്ക്ക്. അന്നേരം പിന്നെ കുറേ ദിവസവും മുതലയ്ക്ക് ഈ കുരങ്ങ കുറേ പഴങ്ങൾ പറിച്ചു കൊടുക്കുമായിരുന്നു. അന്നേരം വേറെ കുറേ ദിവസം കഴിച്ച് മുതല വീട്ടിൽ ചെന്നപ്പം ഭാര്യ പറഞ്ഞു, എന്തൊരു രുചികരമാണ് കുരങ്ങൻ നമുക്ക് തരുന്ന പഴം, അതുകൊണ്ട് എനിക്ക് കുരങ്ങൻ്റെ ഹൃദയമാണ് കൊണ്ടുതരണ്ടേ. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ മുതലയ്ക്ക് വിഷമമായി. പക്ഷെ അത് സമ്മതിച്ചില്ല മുതല. അന്നേരം തൻ്റെ കൂട്ടുകാരായ കുരങ്ങൻ്റെ ആ ഹൃദയം എടുക്കാൻ നോക്കി. അന്നേരം ഈ മുതല സമ്മതിച്ചു. അന്നേരം കുരങ്ങൻ്റെ അടുത്ത് പോയി പറഞ്ഞു, കുരങ്ങെ, എനിക്ക് ഒത്തിരി നിൻ്റെ ഒരു ഹൃദയം തരുമോ? അന്നേരം മനസ്സിൽ കുരങ്ങൻ വിചാരിച്ചു, എൻ്റെ ഹൃദയം എന്തിനാണ് ഓന് കൊടുക്കുന്നത്? തിന്നാൻ വേണ്ടിയിട്ട്. ഒരു ദുഷ്ടക്കള്ളനാണല്ലോ. അന്നേരം എനിക്കൊരു ഐഡിയ കിട്ടി. അതുകൊണ്ട് ഞാൻ വേഗം മുതലെൻ്റെ പുറത്ത് കയറും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹൃദയം മരത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് നല്ലതെന്ന് ആര് വിചാരിച്ചു? കുരങ്ങൻ. അന്നേരം കുരങ്ങൻ പുറത്തു കയറി. ശരി, എന്നാൽ ഞാൻ എൻ്റെ പുറത്ത് കയറാമെന്ന് മുതലനോട് ആര് പറഞ്ഞു? കുരങ്ങൻ. അന്നേരം കുരങ്ങൻ പുറത്ത് കയറി. ആരെ? മുതലേൻ്റെ. അന്നേരം കുരങ്ങൻ പറഞ്ഞു, ഏയ് മുതലേ, എന്നോട് മറന്നുപോയി, നീ എന്നോടൊന്ന് ക്ഷമിക്കൂ. നീ ക്ഷമിക്കില്ലേ എന്നോട്? മരത്തിലാണല്ലേ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞു. അന്നേരം ആടെ എത്തി മരത്തിൻ്റെ അടുത്ത്. അയ്യോ! അന്നേരം കുരങ്ങൻ പറയുന്നു മുതലേനോട്, അയ്യട കള്ള, ഇപ്പം എനിക്ക് മനസ്സിലായി, നീ എൻ്റെ ഹൃദയം വയസ്സിലല്ലേ ഉണ്ടാവല്. അന്നേരം നീ എന്തിനാ എന്നെ പച്ചിക്കുന്നത്? നീ എന്നെ പച്ചിക്കൊന്നുമല്ല, എൻ്റെ ഭാര്യയല്ലേ പറഞ്ഞേന്ന് മുതലേനോട് പറഞ്ഞു. പിന്നെ കൂട്ടുകാരെ, നിങ്ങളുടെ ഫ്രണ്ട്സോടൊന്നും ഇങ്ങനെ തെറ്റിദ്ധരിക്കരുതും ചെയ്യരുത്, ഉപയോഗിക്കുകയും ചെയ്യരുത്. നമ്മൾ ഇനി വീട്ടിൽ പോകുവാണ്. ചാച്ചാ.